ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിന്റെ 21-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 21-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളതായ യാത്രകൾ ശരിക്കും വേദനകളുടെയും കഠിന പാതകളുടെയും യാത്രകളാണ്. കർത്താവിന്റെ ക്രൂശിനെ അനുഗമിക്കുവാനുള്ളതായ യാത്ര, ക്രൂശിനെ എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കേണ്ടുന്നതായ യാത്രകൾ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടുന്നതായ യാത്രകൾ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. Gospel according to Saint Matthew chapter 10 verse 38. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. വലിയ നോമ്പിന്റെ 21-ാമത്തെ ദിവസം നമ്മെ ക്രൂശിന്റെ സത്യത്തിലേക്ക് നയിക്കുകയാണ്. ക്രൂശ് വേദനയുടെ ചിഹ്നമാണ്. അതുപോലെ തന്നെ അത് സ്നേഹത്തിന്റെ പരമാവധി പ്രകടനവുമാണ്. തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നാണ് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചത്. യേശു തന്റെ ക്രൂശ് എടുത്തത് അവന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനായിരുന്നു. ക്രൂശ് എടുത്തു എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കുക, സ്വാർത്ഥത ത്യജിക്കുക, അനീതിക്കെതിരെ നിലകൊള്ളുക, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുക, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുക. ഇവയല്ലേ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, വലിയ നോമ്പ് ക്രൂശിനെ ഒഴിവാക്കുവാനുള്ളതായ സമയമല്ല, പിന്നെയോ അതിനെ സ്വീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ക്രൂശ് ചിലപ്പോൾ അത് രോഗമാകാം, ചിലപ്പോൾ കുടുംബ പ്രശ്നമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ വരുന്നതായ ബുദ്ധിമുട്ടുകളാകാം. എന്നാൽ ക്രിസ്തുവിനോടൊപ്പം വഹിക്കുന്നതായ ക്രൂശ് അത് അവസാനത്തെ മഹത്വത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഇന്ന് നമ്മോട് ഒരു ചോദ്യം ചോദിക്കാം: ഞാൻ എൻ്റെ ക്രൂശിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് നടക്കുകയാണോ? ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ ക്രൂശ് നാം വഹിക്കണം. അത് ക്രിസ്തുവുള്ള ക്രൂശ് ആയി തീരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ ക്രൂശിനെ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ എനിക്ക് ശക്തി തരണമേ. നിന്റെ പാതയിൽ വിശ്വസ്തനായി നടക്കുവാൻ എന്നെ ഇടയാക്കണമേ. നിന്റെ ക്രൂശിലൂടെ മഹത്വത്തിലേക്ക് എന്നെ എത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.